Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മുടെ മേൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ലോകമെമ്പാടും പന്തക്കുസ്ത അഭിഷേകത്തിന് വേണ്ടി ഒരുക്കവും പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പരിശുദ്ധാത്മാവിനോട് നിനക്ക് എന്താ പറയാനുള്ളത്? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളിൽ ഇടപെടണം. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് ഇടപെടും. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, പുതിയ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടണം ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങളിതാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവെ അങ്ങ് എടുത്തു മാറ്റണമേ. ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലും അഭിഷേകം ചൊരിയപ്പെടും. എല്ലാ തടസ്സങ്ങളും കർത്താവിൻ്റെ ആത്മാവ് എടുത്തു മാറ്റും. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടട്ടെ. ആഗ്രഹിക്കണം. കൈയടിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പാടാം പാടാം. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണം. ധീരതയേകണമേ. കരങ്ങൾ ഉയർത്തി. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടട്ടെ. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അനുഗ്രഹിച്ച ദൈവമേ, കാറ്റടിച്ച് ദൈവജനത്തെ ശക്തിപ്പെടുത്തി ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റട്ടെ. കൈയടിച്ച് ചേർന്ന് വിശ്വസിക്കണം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് കൈരങ്ങളടിച്ചേ. യെസ്, സന്തോഷത്തോടെ. ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അഭിഷേകം അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് അഭിഷേകം നിറയപ്പെടട്ടെ. നിരാശയും ദുഃഖവും എടുത്ത് മാറ്റപ്പെടട്ടെ. ഭാരപ്പെട്ടിരിക്കുന്ന മനസ്സുകളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ ഇങ്ങോട്ട് നോക്കിക്കേ. എന്നിട്ട് ഒച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ ശുശ്രൂഷ. ചോദ്യം ഇതാണ്: എന്തിനാണ് ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ടൊക്കെ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നത്? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എൻ്റെ പ്രിയരെ, ഈ ചോദ്യത്തിനുള്ള വളരെ കുഞ്ഞുത്തരം എന്ന് പറയുന്നത്, ആദിമ ക്രൈസ്തവർ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് എന്ത് കിട്ടി എന്ന് അന്വേഷിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കും വേണ്ടത് അത് തന്നെയാണ്. നമ്മളും പ്രാർത്ഥിക്കാറുള്ളവരാണ്. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു?
നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പലരുടെയും പ്രാർത്ഥനകൾ നിൽക്കുന്നത് കുഞ്ഞു 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 കാര്യങ്ങൾ, അല്ലേ? ഭൗതികമായ കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്, എങ്കിലും അത് ഭൗതിക തലത്തിൽ മാത്രം നിൽക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 30-31 തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 30 and 31 വചനത്തിൽ ഇങ്ങനെയാണ്: അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്. അവരെന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? അവർ പ്രാർത്ഥിച്ചത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ജർമ്മനിക്ക് പോകാൻ വിസ കിട്ടാൻ അല്ല, അല്ലേ? കാനഡയ്ക്ക് പോകാനല്ല, വീട് പണി പൂർത്തിയാക്കാനല്ല. വചനം പറയുന്നു, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണേ. അവർ പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ, ഞങ്ങൾക്ക് ശക്തി വേണം, നിൻ്റെ വചനം പറയാൻ ശക്തി വേണം, നിനക്ക് വേണ്ടി സാക്ഷിയാകാൻ ശക്തി വേണം. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന വേറെ തലം. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരം? തൊട്ടടുത്ത വചനം 31-ാം വചനം പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ നവപന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യ ശക്തി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇതിനു വേണ്ടിയിട്ടല്ലേ? ഇതാ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തോ ചില തകരാറുകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് തിരുവചനം നമ്മളെ ക്ഷണിക്കുന്നത് പ്രാർത്ഥനയിൽ ബലം പ്രാപിച്ച്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ അഭിഷേകം കിട്ടുന്നതനുസരിച്ച് ചിന്തകളും ധാരണകളും ആലോചനകളുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റുകയാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതുകൊണ്ടല്ല നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഈ നമ്മുടെ ശുശ്രൂഷയും ഈ പുറമേ നടക്കുന്ന സമ്മേളനങ്ങളോ പാർട്ടി കൂട്ടായ്മകളോ കലാപരിപാടികളോ അല്ലേ, ഈ വചന ശുശ്രൂഷ നടക്കുന്നിടങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ സംഭവിക്കുന്ന കാര്യം അതാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈ വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. സാധിക്കുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ച് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ലഭിക്കപ്പെട്ട കൃപ ഇങ്ങനെയാണ്: പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫോക്കസ് മുഴുവൻ ഈ പരിശുദ്ധാത്മാവേ. അതുകൊണ്ടാണല്ലോ നമ്മൾ പാട്ടിലൊക്കെ പാടുന്ന പാട്ടെങ്ങനെയാണ്? ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉയർത്തണമേ, അല്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിയിലെ പോലെ അന്ന് സംഭവിച്ച ആദിമ ക്രൈസ്തവ ജനതയിൽ സംഭവിച്ച അതേ അഭിഷേകം ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ പ്രാർത്ഥനാ ശൈലിയിൽ നമ്മളൊരു ശ്രദ്ധ വേണം. ഇതാണ് നമ്മൾ ആവർത്തിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അനുഗ്രഹത്തിൻ്റെ കൃപ, ആ രീതികൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്നിട്ട് എന്താ അടുത്ത വചനം? പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ? അതായത് സാധാരണക്കാരായിരുന്ന ആളുകൾ, ജീവിതത്തിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരൊന്നുമല്ല നമ്മുടെ പാവപ്പെട്ട ശിഷ്യന്മാരെ.
ഇവർ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പെരുമാറ്റ ശൈലി, അവരുടെ സംസാര ശൈലി, അവരുടെ സ്വഭാവ രീതി അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ നവപന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവെ ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉയർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും ചൊരിയണമേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. നമ്മളത് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണിത്. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിരിക്കുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലും അന്തരീക്ഷത്തിലും വലിയ ദൈവീക ഇടപെടലുകളാണ്. ഈ സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രധാനമായും 5 മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വെളിച്ചത്തിൽ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനമാണ്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ്. ശാക്തീകരണമാണ്. പന്തക്കുസ്ത എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവൈൻ എംപവർമെൻറ്റ് ഫോർ എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ദൗത്യം ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ ഒരു ഡിവൈൻ എംപവർമെൻറ്റ്, ശാക്തീകരണം സ്വീകരിക്കുകയാണ്. പന്തക്കുസ്ത നിന്നിൽ നൽകുന്ന ഏറ്റവും വലിയ കൃപ അതാണ്. നിൻ്റെ കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടാൻ, നിൻ്റെ വ്യക്തിപരമായ ജീവിതം അഭിഷേകത്തോടെ മുന്നോട്ട് പോകുവാൻ ഒരു സ്വർഗത്തിൻ്റെ ശക്തി. അതാണ് അപ്പസ്തോല പ്രവർത്തനം 1:8 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കിത് വേണ്ടേ? കാരണം നമ്മിൽ പലരും ക്ഷീണിതരാണ്, നമ്മിൽ പലരും അസ്വസ്ഥരാണ്, നമ്മിൽ പലരും സംശയിച്ച് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ചില കുരുക്കുകളിൽപ്പെട്ട് അസ്വസ്ഥമായിട്ട് കഴിയുന്നു. വചനം പറയുന്നു, നിനക്ക് ശക്തി വേണം, സ്വർഗത്തിൻ്റെ ശക്തി വേണം, ഡിവൈൻ എംപവർമെൻറ്റ്. എന്തിനു വേണ്ടി? നിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുവാൻ നിനക്ക് വേണ്ടത് ഈ സ്വർഗത്തിൻ്റെ ശക്തിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഈ നാളുകളിൽ വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്തിനു വേണ്ടി? നല്ലൊരു അപ്പനാവാൻ, നല്ലൊരു അമ്മയാവാൻ, നല്ലൊരു വൈദികനാവാൻ, നല്ലൊരു പഠിക്കുന്ന കുട്ടിയാവാൻ. നിൻ്റെ ജീവിതാവസ്ഥ എന്താണോ, നിൻ്റെ ജീവിതാവസ്ഥയിൽ നിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു പവർ, സ്വർഗത്തിൻ്റെ ശക്തി, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1:8 അതിൽ സംഭവിക്കപ്പെടാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനമാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4:31. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കണേ, ധൈര്യപൂർവ്വം പ്രസംഗിച്ചു, ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന കാര്യം ബോൾഡ്നെസ് ആൻഡ് കറേജ് ഇൻ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ് നമ്മിൽ നിറയും. ഭയം, അസ്വസ്ഥത വിട്ടുമാറും. പല പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഉള്ളിൽ ഭയം, അസ്വസ്ഥത ഉണ്ട്, സത്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും? രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ലോകത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾ നമ്മൾ വല്ലാണ്ട് ഞെരുക്കുന്നു. ഇതിൻ്റെ ഒത്ത നടുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ അത്ഭുതകരമായ കൃപ, ബോൾഡ്നെസ് ആൻഡ് കറേജ്. എന്തിനു വേണ്ടി? നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടാനുള്ള കൃപ, വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനുള്ള കൃപ, യേശുവിന് വേണ്ടി സാക്ഷിയാകാനുള്ള ധൈര്യത്തിൻ്റെ ആത്മാവ്, ധൈര്യത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഡിവൈൻ എംപവർമെൻറ്റ്, നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടാൻ. രണ്ടാമത്തെ കാര്യം ശക്തിയും ആർജവത്വവും. മൂന്നാമത്തെ കാര്യത്തെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, അത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചൊരു വചനത്തോട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു കാര്യമാണ്. അതായത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സ്പിരിച്വൽ വിസ്ഡം ഇൻ സ്പീച്ച്, നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടേണ്ട ജ്ഞാനം.
പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം, ആ വ്യക്തിയുടെ സംസാരത്തെ, നാവിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഭാഷാവരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഭാഷാവരം ഇറ്റ് ഈസ് എ ഡോർ ഫോർ ഓൾ അതർ ഗിഫ്റ്റ്. അതായത് ഈ ഭാഷാവരം ലഭിക്കുന്നത് അതൊരു ഡോറാണ്. ആ ഡോറിലൂടെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അനേക തരത്തിലുള്ള ഗിഫ്റ്റുകൾ നമുക്ക് ലഭിക്കുന്നു, കാരിസം നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ കൃപ. അപ്പോൾ ഇത് ഒരു ഡോറാണ് ഭാഷാവരം. നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ഇനി പരിശുദ്ധാത്മാവ് ഒട്ടനവധി കൃപകൾ നമ്മിലേക്ക് ചൊരിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നാലാമത്തെ കാര്യം ഒരു ഇന്നർ ട്രാൻസ്ഫർമേഷനാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് 4-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനത്തിൽ ഈ പത്രോസ് ശ്ലീഹായെക്കുറിച്ചൊരു വചനം എഴുതിയിട്ടുണ്ട്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. കണ്ടോ? അതായത് ഈ പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ നാട്ടുകാർ ചിന്തിച്ചൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയോ? ഇവന്മാർ ഇത്രയും വിവരം എവിടുന്ന് കിട്ടി? അപ്പോൾ അതുകൊണ്ട് അതേ നാട്ടുകാർ ചിന്തിക്കുകയാണ്, പത്രോസിൻ്റെ യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ എന്ന് പറഞ്ഞാൽ വലിയ കഴിവില്ല, സ്കൂളിലൊന്നും വലിയ പഠനമൊന്നുമില്ല, വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു, ജനം മുഴുവൻ അത്ഭുതപ്പെട്ടു. അവർ ചിന്തിക്കാൻ തുടങ്ങി, ഇവന്മാർക്ക് ഇതെങ്ങനെ ഇത്രയും ധൈര്യം, ഇവർക്കെങ്ങനെ ഇത്രയും വലിയ ജ്ഞാനം, ഇവർക്ക് എവിടുന്ന് ഇത്രയും വലിയ പ്രസംഗിക്കാനുള്ള കഴിവ്? എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം അടിമുടി മാറ്റിമറിക്കപ്പെടും. അപ്പം നീ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിൻ്റെ പശ്ചാത്തലം, നിൻ്റെ കൾച്ചർ, നിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നിൻ്റെ വീട്, നിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ വീട് ഇങ്ങനെയാണല്ലോ, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടോ, അതൊന്നും ചിന്തിക്കേണ്ട. മറിച്ച് നീ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ സ്വഭാവത്തിൽ ശക്തമായിട്ടുള്ള ഒരു ദൈവീക ഇടപെടൽ വന്ന് നിറയാൻ തുടങ്ങും. വീണ്ടും 5-ാമതായിട്ട് സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ജോയ് ആൻഡ് ഗൈഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വലിയ ആനന്ദം വന്ന് നിറയാൻ തുടങ്ങും. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം അതിൻ്റെ 52-ാം തിരുവചനം ഒന്ന് ബൈബിളും തുറന്ന് നോക്കിക്കേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 13-ാം അധ്യായം 52-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ശിഷ്യന്മാർ എങ്ങനെ? അവർ ആനന്ദത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം? ഈ പറഞ്ഞ 5 കാര്യങ്ങളും നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. സാധിക്കുന്നവരൊക്കെ 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഒന്ന് കണ്ണടച്ച്, എന്നിട്ട് ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, എൻ്റെ ഉള്ളിൽ ഈ ഡിവൈൻ എംപവർമെൻറ്റ്, ശാക്തീകരണം വേണ്ടേ? എൻ്റെ ഉള്ളിൽ ശക്തി, കറേജ്, ബോൾഡ്നെസ് ആൻഡ് കറേജ് വേണ്ടേ? എൻ്റെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ വിസ്ഡം നമ്മുടെ സംസാരത്തിൽ, ഇൻ സ്പീച്ച്, നമ്മുടെ സംസാരത്തിൽ വേണ്ടേ? എൻ്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫിഗറേഷൻ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു രൂപാന്തരീകരണം സംഭവിക്കപ്പെടേണ്ടേ? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ആനന്ദം വേണ്ടേ? അങ്ങനെ വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളോട് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനോടുള്ള ഈ നവപന്തക്കുസ്തായിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കണ്ണു തുറന്നേ, ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ നവപന്തക്കുസ്തായ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുക. നമുക്കൊരുമിച്ച് ഈ ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ മേലും എൻ്റെ ജീവിത വഴികളിലും ഒരു പുത്തൻ അഭിഷേകം നൽകണമേ. അത് സംഭവിക്കും. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന.
സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത കൃപയിലാണ് നമ്മളായിരിക്കുന്നത്. അത് യേശുവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവിൽ. ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചത് മുഴുവൻ ഈ പരിശുദ്ധാത്മ ശക്തിക്കാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചോണേ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. എൻ്റെ പ്രിയരെ, ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവർത്തനം. ഈ കാലഘട്ടത്തിൽ നമുക്കും ഈ കൃപ വേണ്ടേ? പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവർത്തനം നമ്മളും ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആദിയിലെ പോലെ ജനകോടികളുടെ മേൽ ശക്തിയും ബലവും അഭിഷേകവും, ഒരു പുത്തൻ പന്തക്കുസ്തായുടെ അഭിഷേകം നമുക്ക് വേണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാരോട് പറയാം, പരിശുദ്ധാത്മാവേ, ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള കൃപ വേണം. ഐക്യത്തോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ വേണം. സ്വർഗത്തിൻ്റെ ശക്തി അനുഭവിക്കാനുള്ള കൃപ വേണം. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും കർത്താവെ ഉണർത്തണമേ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, ഒരു പുത്തൻ അഭിഷേകം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആമേൻ. അത്ഭുതമൊഴുകും കൈ ഞങ്ങളിൽ നീട്ടണമേ, ഞങ്ങളിൽ നീട്ടണമേ. ആമേൻ. അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ. ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹം, പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. ആദിമ ക്രൈസ്തവ ജനതയിൽ പ്രവർത്തിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി ഈശോയുടെ നേരെ നോക്കി പ്രാർത്ഥിച്ചേ. നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പസ്തോല പ്രവർത്തനം 1:8 ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യു വിൽ റിസീവ് ദ പവർ. ഈ കാലഘട്ടത്തിൽ നമുക്കും ആഗ്രഹം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആഗ്രഹിച്ച് നമുക്കൊരുമിച്ച് ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കാം, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ദേശത്തിൻ്റെ മേലും കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും
അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ.